അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശിഷ്ടമായ സിഫത്തുകൾ, അല്ലാഹുവിന്റെ കൈ എന്ന് പ്രയോഗിച്ചത്, ഇറങ്ങും എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ മൂപ്പര് പറയാണ്, അതൊക്കെ നിങ്ങളുടെ അമാനിയുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ, ആ പരിഭാഷയിൽ പോലും പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പേരോട് പറയുന്നുണ്ട്. അമാനിയുടെ പരിഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത് അമാനിയുടെ പരിഭാഷയിൽ? എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അമാനിയുടെ പരിഭാഷയിൽ എന്താ വന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ? രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെലഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയുടെ 1102 പേജിൽ സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശരിക്ക് കേട്ടോ, അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ അർശിന്മേൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിനോട് സമപ്പെടുത്തല. അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എന്താണ് വെറുതെ വായിച്ചു വിട്ടു എന്നല്ലാതെ മൗലവി അവിടെ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്തവാ അലൽ അർശ്, അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി. അതാണ് പോയിന്റ്. ഇരിക്കുക എന്ന് പറയുമ്പോ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനാക്കരുത്. എന്താ സാധാരണ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കാലൊക്കെ മടക്കി വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് വളഞ്ഞ് ചെയറിലൊക്കെ ഇരിക്കുന്ന രൂപം വരും. ആ നിലക്ക് ഭാഷയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്. ആ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഭാഗം പേരോട് വിശദീകരിക്കുന്നില്ല. വായിക്കുമ്പോഴാണ് വായിച്ചു വിട്ടു. അതെന്തിനാണെന്നറിയോ? എന്നാ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കും വേണം, മൂപ്പർക്ക് അത് വിശദീകരിക്കാതെ പോകും വേണം. പിന്നെ വായിക്കുമ്പോഴൊന്നും ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി എന്നത് കണ്ട ഭാവം പോലും പേരോട് നടിക്കുന്നില്ല. അതാണ് ആ വാചകത്തിന്റെ ജീവനും, അതാണ് ആ വാചകത്തിന്റെ ഏറ്റവും വലിയ കാതലും. ആ കാതല് വെറുതെ ഒന്നാണ് വായിച്ചു വിട്ടിട്ട് വിശദീകരണത്തിന്റെ നേരത്ത് സൗകര്യപൂർവം അത് കണ്ടില്ലെന്ന് നടിച്ച് അമാനി മൗലവിയുടെ പേൽ കള്ളം ആരോപിക്കുകയാണ് പേരോട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അമാനി മൗലവി എഴുതിയത് മനസ്സിലാവോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ. മാത്രല്ല, നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ നിലപാട് ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ തട്ടിപ്പടച്ചു പറയൽ തന്നെയാണ്.